Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Yoga. ഞാൻ ആഷിക് ജോയ്. As usual, let us begin with the prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra, panem nostrum quotidianum da nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. ആരും തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വൈദികൻ ഇപ്രകാരം പറയുന്നത് കേട്ടു: സ്വകാര്യ വെളിപാടുകൾ പ്രസംഗിക്കാനേ പാടില്ല, അങ്ങനെ പ്രസംഗിക്കുന്നത് കടുത്ത അധാർമികതയും ഗുരുതരമായ തെറ്റുമാണ് എന്ന്. ആ വീഡിയോയിൽ അവതാരകൻ ചോദിക്കുന്നത് രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. എക്സാമ്പിളായിട്ട് പറയുന്നത് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയും നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന പുസ്തകവും. അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചു. അങ്ങനെ സ്വകാര്യ വെളിപാടുകളെ പറ്റിയുള്ള കാര്യം വൈദികൻ പറയുന്നുണ്ട്. അതിനവസാനത്തിലാണ് ഈ കാര്യം പറയണത്. പിന്നീട് ഇപ്പോൾ നമ്മൾ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഈ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയെ പറ്റി പറയുന്ന ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവസാന ഭാഗത്ത് ഈ ഒരു ടോപ്പിക് കടുത്ത അധാർമികതയും ഗുരുതരമായ തെറ്റും എന്ന് പറയുന്ന ഭാഗവും കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് രണ്ടും സഭ പറയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സ്വകാര്യ വെളിപാട് പ്രസംഗിക്കുന്നത് കടുത്ത അധാർമികതയാണെങ്കിൽ ഈ പറയുന്ന മാർപ്പാപ്പമാരടക്കം ഈ തെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ എന്നായിരുന്നു എൻ്റെ വീഡിയോയുടെ ഉള്ളടക്കം. എന്നാൽ നമ്മൾ മലയാളികൾ ആസ് യൂഷ്വൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മലയാളികളുടെ സ്വഭാവത്തെ പറ്റിയിട്ട് ഞാൻ പറയാം. ഞാൻ ചെയ്യുന്ന ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഞാൻ ഫോളോ ചെയ്യുന്നത് ഒരു 90% വിദേശത്തുള്ള ഒരു കത്തോലിസമാണ് ഞാൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിലാണ് എനിക്കൊരു ജോയ്ഫുൾനെസ്സും ഒരു സമാധാനവും അതുപോലെ ഒരു പ്രാക്ടിക്കാലിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നത് അവിടെയുള്ളൊരു കത്തോലിസമാണ്. ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ ആത്മീയ ഉപദേശങ്ങൾ നേടുന്നതെല്ലാം വിദേശത്തുള്ള ബിഷപ്പുമാരിൽ നിന്നാണ്. ഞാൻ അവർക്ക് മെയിൽ അയച്ചിട്ട് അവർ മെയിൽ അയച്ചാൽ ഉടനെ മറുപടി തരും. ഇവിടെ ഒരു മെയിൽ അയച്ചിട്ട് 3-4 മാസം കഴിഞ്ഞിട്ടും മറുപടി ഒന്നും ഇല്ല. എല്ലാവരും പറ്റിയല്ല ഞാൻ പറയുന്നത്, എനിക്കറിയുന്ന ആളുകളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നത് ആ രീതിയിലുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ആംബർ റോസ്, റിലീജിയസ് ഹിപ്പി എന്ന പേരുള്ള ആംബർ റോസ്, ഗബ്രിയേൽ, അതായത് ഗേബി ആഫ്റ്റർ അവേഴ്സ് എന്ന് പറയുന്ന പേരുള്ള യൂട്യൂബ് ചാനൽ, ഡോക്ടർ ടൈലർ മാർഷ്, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്. അപ്പോൾ അവരാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഞാനൊരു വചന പ്രഘോഷകനായിട്ട് ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നേയില്ല. എന്നെ നിങ്ങൾ ബ്രദർ എന്ന് വിളിക്കുക, അവിടെയൊന്നും അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഒരു ബ്രദർ എന്ന് വിളിക്കാൻ ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നേയില്ല. ഞാനൊരു സാധാരണക്കാരൻ. എൻ്റെ ചില വ്യൂസ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, എൻ്റെ ചില ഒപ്പീനിയൻസ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, പങ്കുവെക്കുന്നു. നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിന് ഗുണകരമാകുമെങ്കിൽ എന്ന് കരുതിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പുറത്തുള്ള അതെല്ലാം ഇംഗ്ലീഷിലാണ്. അപ്പോൾ അവരുടെ ചാനലുകൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യം, അവരുടെ പ്രോഗ്രാംസ് അവരൊരു പക്ഷേ ഫുൾ ടൈം ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ജോലിയോട് കൂടി ആയിരിക്കാം, എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും അവർ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ എഴുതി കാണിക്കും ദിസ് വീഡിയോ ഈസ് സ്പോൺസേഡ് ബൈ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, എന്തെങ്കിലും ഒരു കമ്പനിയുടെ പേരായിരിക്കും ഉണ്ടാവുക. ഓക്കെ, യൂത്തായിട്ടുള്ള കാത്തലിക്സ്, പുറത്തുള്ള പിള്ളേർ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നോക്കണം, 1000-കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവരാണ്. ഇങ്ങനെയുള്ളവർ അവർ വീഡിയോ ചെയ്യുമ്പോൾ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറയും, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കിടപ്പുണ്ട്, ഈ ഒരു ശുശ്രൂഷയെ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര $, അല്ലെങ്കിൽ യൂറോസ് അവർക്ക് സംഭാവനയായിട്ട് കൊടുക്കാം. ചിലവർ പറയും ബൈ മീ എ കോഫി, ഒരു $5, ഒരു $2, ഒരു $3 ഒരു കോഫി എനിക്ക് വാങ്ങിച്ചു തരുമോ. അതായത് അവർ ഇൻഡയറക്റ്റ്ലി പറയുന്നതാണ് ഈ ഒരു ശുശ്രൂഷയെ സഹായിക്കാൻ. നമ്മൾ ഒരിക്കലും ഇവരുടെ കമൻറ്റ് ബോക്സുകളിൽ നമ്മൾക്ക് ആ നാട്ടിലെ ആളുകൾ പോയിട്ട് ഈ ഒരു ഡയലോഗ് പറയാൻ നമുക്ക് കേൾക്കാൻ സാധിക്കത്തില്ല. നീ കാശിന് വേണ്ടിയിട്ടാണല്ലേ, നിൻ്റെ കാശുണ്ടാക്കാനുള്ള നീക്കം കൊള്ളാം, പോയി പണിയെടുത്ത് ജീവിക്കടാ, പോയി അധ്വാനിച്ച് ജീവിക്കടാ എന്ന് നമുക്ക് ഒരിക്കലും ഈ രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ കമൻറ്റ് ബോക്സിൽ കാണാൻ സാധിക്കില്ല. എന്നാൽ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഞാൻ ഇങ്ങനൊരു കാര്യം ഈ ചാനലിൽ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്നെ കടിച്ച് കീർത്തില്ലേ?
ഇപ്പോൾ തന്നെ ഞാനിത് പറയാൻ കാരണം ഞാനിപ്പോൾ തന്നെ ഈ സ്വകാര്യ വെളിപാടുകൾ ഞാൻ പറയുന്നുണ്ട്. ഇത് ചർച്ച അപ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഭൂരിഭാഗം പേർക്ക് ഇതൊന്നും ഇഷ്ടമല്ല. കാരണം അവരിങ്ങനെ സുഖിച്ച് ജീവിക്കുമ്പോഴും നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. ആ മുറിവിൽ നിന്നാണ് ഇവരിത് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു തീരുമാനം ഇങ്ങനെ എൻ്റെ മൈൻഡിലോട്ട് വന്നു. ഇനി രണ്ടാം വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, രണ്ടാം വരവുമായിട്ട് മാത്രം, ഈ സ്വകാര്യ വെളിപാടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സെക്കൻഡ് കമ്മിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രം പബ്ലിക്കായിട്ട് ഇനി ഷെയർ ചെയ്യത്തില്ല. പകരം മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമായിരിക്കും അത് കാണിക്കുക എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷനില്ല. ഇപ്പോൾ ഡാനിയൽ അച്ഛൻ വെളിപാട് പുസ്തകത്തെ പറ്റിയുള്ള ക്ലാസ്സുകൾ എന്തുകൊണ്ടാണ് അദ്ദേഹം യൂട്യൂബ് ചാനൽ ഇടില്ല എന്ന് പറയുന്നത്? കാരണം അതിട്ടാൽ അതിന് ഒരുപാട് കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും. അത് വീഡിയോ എഡിറ്റ് ചെയ്യുകയും കട്ട് ചെയ്തെടുക്കുകയും അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നത് എൻകൗണ്ടർ ആപ്പിലാണ് ജനുവരി മാസം 1-ാം തീയതി മുതൽ വെളിപാട് പുസ്തകം അച്ഛൻ പഠിപ്പിക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ആപ്പില്ല. ആപ്പൊക്കെ ഉണ്ടാക്കാൻ ലക്ഷങ്ങൾ വേണം. അപ്പോൾ നമുക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ, നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് തന്നെ തരുന്ന ഒരു ചോയ്സാണ് ഇങ്ങനെ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറയുന്നത്. അപ്പം അതിൽ ഏറ്റവും കുറഞ്ഞത് കാശ് മുതൽ അതിന് മുകളിലോട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു മെമ്പർഷിപ്പ് എടുത്താൽ നമുക്ക് എല്ലാ വീഡിയോസും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഉള്ള മെമ്പർഷിപ്പ് വഴി ആഗ്രഹമുള്ളവരിലോട്ട് മാത്രം ഇത് എത്തിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുത്താൽ ഈ പന്നികൾ ഇത് ചവിട്ടി മെതിക്കും. ഇതിൻ്റെ വില അറിയത്തില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ട്, ഇങ്ങനെയായിരിക്കും ഞാൻ ചെയ്യാം. ഉടനെ വന്നു കാശിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതൊക്കെ എനിക്ക് അറിയത്തില്ല. ഇത് ഒരു ടിപ്പിക്കൽ മലയാളിയുടെ ഒരു മൈൻഡ് സെറ്റാണ്. ഇവൻ ഒരു ഷെക്കിനെ ആയിക്കൊള്ളട്ടെ, ഷാലം ചാനൽ ആയിക്കൊള്ളട്ടെ, അവരുടെ വചന ശുശ്രൂഷ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് അവരൊരു സാമ്പത്തിക സഹായം അവരുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോൾ ഉടനെ ആളുകൾ പറയും കാശിന് വേണ്ടിയിട്ടാണ് എന്ന്. എന്നാൽ ഇവനെ കൊണ്ടൊന്നും ഒരിക്കൽ പോലും ഒരു ആത്മാക്കളെ പോലും നേടാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. സഭയ്ക്ക് വേണ്ടി ഒരു ചെറു വിരൽ പോലും ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ മൂവ് ചെയ്യത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, പക്ഷേ ഈ കമ്മ്യൂണിറ്റിയിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു പാവം വീട്ടമ്മമാർ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്കിതൊന്നും ചെയ്യാൻ അറിയത്തില്ല എന്നുള്ളത്. പ്രായമായിട്ടുള്ളവരുണ്ട്. സോ ഓൾറെഡി മെമ്പർഷിപ്പിൽ ചില വീഡിയോസ് ഞാൻ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസും ഉണ്ട്. അത് മെമ്പർഷിപ്പിന് കീഴിലാണ്. പക്ഷേ ഇങ്ങനെയുള്ള അതായത് ഞാൻ വ്യാഖ്യാനിക്കാത്ത വീഡിയോസ് എല്ലാവർക്കും തന്നെ കൊടുക്കണം. കാരണം ഇതൊക്കെ എല്ലാവരും അറിയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിന് പുറത്ത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ നമ്മളെ കടിച്ചു കയറാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭൂരിഭാഗം പേരും ഓക്കെ ആണെങ്കിൽ ഞാൻ പബ്ലിക്കലി പറയും, ഞാൻ ഓക്കെ, നോ പ്രോബ്ലം, ഞാൻ ആ ടാക്സ് ഏറ്റെടുത്തോളാം. അല്ലെങ്കിൽ നമ്മൾ അറിയാൻ ആഗ്രഹമുള്ളവരിലോട്ട് മാത്രം ഇത് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ മലയാളിയുടെ ഒരു സ്വഭാവം, അതുപോലെ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇന്ന് നമ്മൾ കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിലെ 99ാമത്തെ മെസ്സേജിലോട്ടാണ് പോണത്. അതിനു മുമ്പ് ജസ്റ്റ് ഞാൻ ഈ സന്ദേശം അംഗീകരിച്ച മേഘാലയയിലെ ഷില്ലോങ്ങിലെ ആർച്ച് ബിഷപ്പ് വിക്ടർ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഒന്ന് വായിക്കാം. അത് ഈ പുസ്തകത്തിൽ തന്നെയുണ്ട് കേട്ടോ. അത് ഈ പുസ്തകത്തിൽ തന്നെ ആ ബിഷപ്പിൻ്റെ മെസ്സേജ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞ ഇപ്രകാരമാണ്: ഐ ആം പ്ലീസ്ഡ് ടു ലേൺ ദാറ്റ് ദ ഡിവൈൻ റെവലേഷൻസ് റിസീവ്ഡ് ബൈ ജിൻസുർ കോലാട്ട് അറ്റ് ഹോളി റിഡീമർ റിന്യൂവൽ സെൻറ്റർ ഉംറോയ് ഷില്ലോങ് മേഘാലയ ഈസ് ഗോയിങ് ടു ബി പ്രിൻറ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ഇൻ എ ഫോം ഓഫ് ബുക്ക്. ഞാൻ വളരെ സന്തുഷ്ടനാണ് സിസ്റ്റർ ജിൻസൂറിന് കിട്ടിയിട്ടുള്ള ഈ മെസ്സേജുകൾ അത് പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്യാൻ പോകുന്നു, പ്രിൻറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. I hope that this book is going to be an opportunity for the people at large who read it to help them to reflect upon the mysteries of the last hour of mercy. ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഒരു പുസ്തകം ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ഇത് വായിക്കുകയും ഇതിലുള്ള രഹസ്യങ്ങൾ, ഈ ലാസ്റ്റ് അവർ ഓഫ് മേഴ്സിയിലെ രഹസ്യങ്ങൾ അത് റിഫ്ലക്റ്റ് ചെയ്ത് വായിക്കാനുള്ള അവസരം അവർക്ക് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. I wish and pray that this effort may help the people. ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഈ ഒരു എഫേർട്ട്, ഈ ഒരു പുസ്തകം അത് ബോത്ത് ബിലീവേഴ്സ് ആൻഡ് നോൺ ബിലീവേഴ്സ്, വിശ്വാസികളെയും അവിശ്വാസികളുമായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ടു ഹാവ് ഗ്രേറ്റർ നോളജ് അബൌട്ട് ദ മേഴ്സി ഓഫ് ഗോഡ് ദ ഫാദർ ഹൂ ഈസ് വെയിറ്റിംഗ് ടു ഷോ മേഴ്സി ടു ഓൾ ഹു ബിലീവ് ഇൻ ഹിം.
അങ്ങനെ അവിശ്വാസികളും വിശ്വാസികളുമായിട്ടുള്ളവരുടെ ഇടയിലേക്ക് നമ്മളെ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ കരുണയെപ്പറ്റി അറിയാൻ ഈ ഒരു പുസ്തകം ഇടയാക്കുമെന്ന് ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. May this book help the individuals to transform themselves and experience God's mercy in spite of the failures and shortcomings, especially in the last hours of earthly journey towards God's abode. ഈ പുസ്തകങ്ങൾ വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും അതുപോലെ തന്നെ ആൻഡ് എക്സ്പീരിയൻസ് ഗോഡ്സ് മേഴ്സി ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫെയിലിയേഴ്സ്, നമ്മുടെ വീഴ്ചകൾക്കും നമ്മുടെ കുറവുകൾക്കും ഉപരിയായിട്ട് ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുവാനും, അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് നമ്മുടെ ഈ ഭൂമിയിലുള്ള അവസാന മണിക്കൂർ യാത്രകൾ, ഈ യാത്രയിൽ ഇതൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കാനും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇത് നയിക്കുവാനും ഇടവരട്ടെ എന്ന് ഇദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. വിത്ത് മൈ ബെസ്റ്റ് വിഷസ് ആൻഡ് പ്രേയേഴ്സ്, വിക്ടർ ബാക്കി എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യേണ്ടത്, അവിടെ വായിക്കുന്നില്ല. ആർച്ച് ബിഷപ്പ് ഓഫ് ഷില്ലോങ്, മേഘാലയ, ഇന്ത്യ. ഓക്കെ, ഇതാണ് ഈ പുസ്തകം ഇമ്പർമേത്തൂർ നൽകിയിട്ടുള്ള ബിഷപ്പ്, ആ ബിഷപ്പിൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ മെസ്സേജിലോട്ട് പോവാണ്. അപ്പോൾ 99ാമത്തെ മെസ്സേജിൽ സിസ്റ്റർ ജിൻസുർ കോലാൻഡിന് വിശുദ്ധ മിഖായേൽ മാലാഖയാണ് മെസ്സേജ് കൊടുത്തിരിക്കുന്നത്. മിഖായേൽ മാലാഖ ഇപ്രകാരം പറയുന്നു: ഐ സെയിൻറ്റ് മിഖായേൽ ദ ആർക്കേഞ്ചൽ കം ഇൻ ദ നെയിം ഓഫ് ഹെവൻ ടു ഗിവ് ദിസ് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ടു ദ പീപ്പിൾ ഓഫ് ഗോഡ്. ഞാൻ മുഖ്യദൂതനായ മിഖായേൽ ഇതാ സ്വർഗത്തിൻ്റെ നാമത്തിൽ ദൈവജനത്തിന് ഒരു പ്രധാന സന്ദേശം നൽകാൻ വേണ്ടി വന്നിരിക്കുന്നു. ദ ഇവൻറ്റ്സ് ഫോർസീൻ ഇൻ ദ അപ്പോകാലിപ്സ് വിൽ ഹാപ്പൻ വൺ ബൈ വൺ വിത്തൗട്ട് സ്റ്റോപ്പിംഗ് ആൻഡ് ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദ എർത്ത് വിൽ ലീവ് ദ വേഴ്സ്റ്റ് ട്രിബുലേഷൻ. വെളിപാട് പുസ്തകത്തിൽ അല്ലെങ്കിൽ യുഗാന്ത്യപരമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ സംഭവങ്ങളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി നിർത്താതെ സംഭവിക്കും. അങ്ങനെ ഭൂമിയിലുള്ള മനുഷ്യർ, ഇൻഹാബിറ്റൻസ്, പ്രോപ്പർ വേർഡ് എനിക്ക് ഓർമ്മ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഇൻഹാബിറ്റൻസ് ഭൂമിയിലുള്ള താമസിക്കുന്ന ആളുകൾ വളരെ വേഴ്സ്റ്റായിട്ടുള്ള ട്രിബുലേഷനിലൂടെ, പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. Therefore, go immediately to the ark of salvation, which is the Immaculate Heart, before it is too late. അതിനാൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന, ഉടനെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാകുന്ന രക്ഷയുടെ പേടകത്തിലേക്ക് നിങ്ങൾ ഉടനെ കയറണം. സമയം വൈകുന്നതിന് മുൻപേ നിങ്ങൾ കയറണം. കോൺസെക്രേറ്റ് യുവർ സെൽസ് ആൻഡ് കോൺസെക്രേറ്റ് യുവർ ഫാമിലീസ് ടു ദ ഇമ്മാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുവിൻ, പ്രതിഷ്ഠിക്കുവിൻ. ദീസ് ആർ ദ ലാസ്റ്റ് കോൾസ്. ദ അവർ in which all will begin is already started and will continue. ഇത് അവസാനത്തെ വിളിയാണ്. അതായത് നമ്മൾ കലോത്സവത്തിന് കേൾക്കത്തില്ല, ചെസ്റ്റ് നമ്പർ, ഇത് ലാസ്റ്റ് കോളാന്ന് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേജിൽ കയറ്റത്തില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് കോളാണ്, അവസാനത്തെ മണിക്കൂർ. എന്തിൻ്റെ മണിക്കൂർ? ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ മണിക്കൂറുകൾ. അതിൽ ചിലത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അത് തുടരും എന്നുമാണ് മാലാഖ പറയുന്നത്. Therefore you need to consecrate. അതിനാൽ നിങ്ങൾ കോൺസെക്രേറ്റ് ചെയ്യുവിൻ. Remember that the heaven calls her children till the last second. Therefore, if you are listening to this message, do not hesitate to make your consecration. സ്വർഗം തൻ്റെ മക്കളെ അവസാന നിമിഷം പോലും വിളിച്ചുകൊണ്ടിരിക്കും തിരികെ വരാൻ. അതിനാൽ നിങ്ങൾ ഈ സന്ദേശങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഹെസിറ്റേറ്റ് ചെയ്യരുത്, നിങ്ങൾ വിമുഖത കാണിക്കരുത്, കോൺസെക്രേറ്റ് ചെയ്യാം. Dark tribulation begins after the last blood moon of this year 2024, August 19th. ഈ മെസ്സേജ് കിട്ടിയിരിക്കുന്നത് ഓഗസ്റ്റ് 2024 മുതൽ ഡിസംബർ 2024 വരെയാണ്. സെക്കൻഡ് വോളിയം കിട്ടിയിരിക്കുന്ന മെസ്സേജസ്. അപ്പോൾ ആ വർഷമാണ് പറയുന്നത് ഡാർക്ക് ട്രിബുലേഷൻ തുടങ്ങിയിരിക്കുന്നത് ഈ ലാസ്റ്റ് രക്തചന്ദ്രനോട് കൂടിയാണ്. അത് 2024 ഓഗസ്റ്റ് 19 ഈ രക്തചന്ദ്രൻ ഉണ്ടായത്. ദിസ് ബ്ലഡ് മൂൺ ഈസ് എ സൈൻ ഓഫ് ദ ബിഗിനിങ് ഓഫ് ഓൾ. ഈ രക്തചന്ദ്രൻ എല്ലാ തുടക്കത്തിൻ്റെയും ഒരു അടയാളമാണ്. Therefore pray hours and hours before the altar of God, before the blessed sacrament. Bend your knees and ask for mercy and clemency for all humanity. എന്തു ചെയ്യണം? നിങ്ങൾ മണിക്കൂറുകൾ നിങ്ങൾ അൾത്താരയ്ക്ക് മുൻപിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ മുഴുവൻ മനുഷ്യകുലത്തിന് വേണ്ടിയും കരുണയ്ക്കും ദയയ്ക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പിൻ എന്നാണ് മിഖായേൽ മാലാഖ പറയുന്നത്. ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദീസ് ലാസ്റ്റ് സെക്കൻഡ്സ് ആൻഡ് ഫ്രീ യുവർ സെൽഫ് ഫ്രം യുവർ സിൻസ് വിത്ത് എ ഗുഡ് കൺഫെഷൻ. ഈ അവസാന നിമിഷങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം?
നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ തന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കുക. എങ്ങനെ? നല്ലൊരു കുമ്പസാരത്തിലൂടെ. ഇതൊക്കെയാണ് ഈ പ്രൈവറ്റ് റെവലേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്പിരിച്വൽ ലൈഫ് വളർത്തുക എന്നുള്ളതാണ്. അത് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു പെർഫെക്റ്റ് സ്പിരിച്വാലിറ്റിയോട് കൊണ്ടുവരിക എന്നുള്ളതാണ്. There are still a few seconds left to take advantage of them to be saved and go immediately to the ark of salvation. ഇനിയും കുറച്ച് സെക്കൻഡുകൾ ബാക്കിയുണ്ട്. ആ നിമിഷങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക. അതിനാൽ രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് വളരെ എത്രയും പെട്ടെന്ന് പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് രക്ഷ നേടുക. പരിശുദ്ധമ്മയുടെ വിമല ഹൃദയമാകുന്ന രക്ഷയുടെ പേടകത്തിലേക്ക് പ്രവേശിക്കുക. Heaven has called all her children, but as in Noah's time, no one hears her call. സ്വർഗം എല്ലാ മക്കളെയും വിളിക്കുന്നുണ്ട്. അവളുടെ എല്ലാ മക്കളെയും സ്വർഗം വിളിക്കുന്നുണ്ട്. പക്ഷേ നോഹയുടെ കാലത്തുന്ന പോലെ ആരും അവളുടെ വാക്കിന് ചെവി കൊടുക്കുന്നില്ല. Therefore, they too will be caught up by these events. Since they do not pay attention and since they did not know that the time has already begun. അതിനാൽ ഈ സംഭവങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു എന്നും മനസ്സിലാക്കാത്തതിനാലും ഈ പറയുന്ന കാര്യങ്ങളിൽ അവർ ശ്രദ്ധ ചെലുത്താത്തതിനാലും ഈ സംഭവിക്കാൻ പോകുന്ന യുഗാന്ത്യപരമായിട്ട് കാര്യങ്ങളിലെല്ലാം അവർ പിടിക്കപ്പെടും. ഞാൻ ഈ മെസ്സേജ് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മെസ്സേജ് കൂടി ഞാൻ കണ്ടത്. 94ാമത്തെ മെസ്സേജ്. വിശുദ്ധ മിഖായേൽ മാലാഖ തന്നെയാണ് പറയുന്നത്. ഐ വോണ്ട് ടു ടെൽ യു ടു ടേക്ക് ടു ഹാർട്ട് ഓൾ ദ മെസ്സേജസ് എൻട്രസ്റ്റഡ് ടു യു ബിക്കോസ് ടൈം ഈസ് അപ്പ്. നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ സന്ദേശങ്ങളും നിങ്ങൾ ഹൃദയത്തിലോട്ട് സ്വീകരിക്കുവിൻ. കാരണം സമയം ഇതാ സമീപിച്ചിരിക്കുന്നു. യു ക്യാൻ ഡു ആസ് മച്ച് ആസ് യു ക്യാൻ ടു പബ്ലിഷ് ആൻഡ് റിലീസ് all these messages before something happens. You can do as much as you can to publish and release all these messages. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സന്ദേശങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളിത് പബ്ലിഷ് ചെയ്യുകയും ഇത് റിലീസ് ചെയ്യുകയും വേണം. Before something happens, otherwise you will have to answer to God for not taking this seriously. കണ്ടോ? ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് ഈ സന്ദേശങ്ങൾ നിങ്ങൾ പ്രചരിപ്പിച്ചില്ലെങ്കിൽ, ഇത് പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ, റിലീസ് ചെയ്തില്ലെങ്കിൽ, യു വിൽ ഹാവ് ടു ആൻസർ ടു ഗാഡ് ഫോർ നോട്ട് ടേക്കിംഗ് ദിസ് സീരിയസ്ലി. നിങ്ങൾ ദൈവസന്നിധിയിൽ കണക്കെടുക്കേണ്ടി വരും. ഇത് ഗൗരവകരമായി നിങ്ങൾ എടുത്തില്ല എന്നതിൻ്റെ പേരിൽ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ പരിശുദ്ധമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്റ്റാ ഇൻ മുളിയരിബൂസ് et benedictus fructus ventris tui, Iesus. Sancta Maria Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christe Rey.